പ്രിയപ്പെട്ടവരെ, ഷാലോം ടെലിവിഷൻ ശുശ്രൂഷയോട് ചേർന്നുകൊണ്ട് ഈ റോസറി വാറിൽ അഭിഷേകത്തോടെ നമുക്ക് പങ്കുചേരാം. പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, മാതാവിനെ ഓർക്കാത്ത, മാതാവേ എന്ന് വിളിക്കാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിലില്ല. ഒരു കത്തോലിക്കൻ്റെ, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലില്ല മാതാവേ എന്ന് വിളിക്കാത്ത, മാതാവിനെ ഓർക്കാത്ത ഒരു നിമിഷം പോലും, ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിലില്ല. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മറിയം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഇത്രമാത്രം മറിയം നമ്മോട് ചേർന്ന് നിൽക്കുന്നത്? നാം എന്തെങ്കിലും ധ്യാനിച്ചിട്ടുണ്ടോ? ചേർന്ന് നിൽക്കാൻ കാരണം പുത്രനായ യേശുക്രിസ്തു നമുക്ക് നൽകിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ. കുരിശിലെ യാഗവേളയിൽ ആദ്യത്തെ കുർബാനയാണ് കുരിശിൽ നടക്കുന്നത്. ആ കുരിശിലെ യാഗവേളയിലെ കർത്താവായ ഈശോ തൻ്റെ ചങ്ക് കുത്തി തുറന്നുകൊണ്ട് ആദ്യത്തെ വിശുദ്ധ ബലി, വിശുദ്ധ കുരിശിൽ അർപ്പിക്കപ്പെടുമ്പോൾ ഇരുകരങ്ങൾ കുരിശിലേക്ക് നീട്ടിപ്പിടിച്ച് നിന്ന യോഹന്നാൻ എന്ന ശിഷ്യനിലൂടെ ദൈവം നമുക്ക് നൽകിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി. വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ പാപ്പ സഭയും വിശുദ്ധ കുർബാനയും എന്ന ചാക്രിക ലേഖനത്തിൽ ഇപ്രകാരം എഴുതുകയാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് എഴുതുമ്പോൾ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: നിന്നെ അനുധാവനം ചെയ്യാൻ അവളെ അനുവദിക്കുക. ഒരു കത്തോലിക്കനോടും പറയുകയാണ്, മക്കളെ നിങ്ങളെ അനുധാവനം ചെയ്യാൻ, നിന്നെ അനുഗമിക്കാൻ, നിന്റെ കുടുംബത്തെ അനുഗമിക്കാൻ, നിന്റെ വ്യക്തി ജീവിതത്തെ അനുഗമിക്കാൻ പരിശുദ്ധ മറിയത്തിനെ അനുവദിക്കുക. ഒരു ക്രൈസ്തവന്റെ വിശ്വാസ ജീവിത യാത്രയിൽ ശക്തമായ സാന്നിധ്യമാണ് പരിശുദ്ധ അമ്മ എന്ന് ജോൺ ബോൾ രണ്ടാമൻ പാപ്പ ഈ ചാക്രിക ലേഖനത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. പാപ്പ ഇങ്ങനെ എഴുതുകയാണ്: നിന്റെ കഥനം നിറയുന്ന നിന്റെ അനുദിന ജീവിതത്തിൽ, വേദന നിറയുന്ന നിന്റെ ജീവിതത്തിൽ, പ്രതിസന്ധികൾ നേരിടുന്ന നിന്റെ ജീവിതത്തിൽ അമ്മ സാന്നിധ്യത്തോളം ആശ്വാസം നൽകുന്ന എന്താണ് ഉള്ളതെന്ന് ജോൺ ബോൾ രണ്ടാമൻ പാപ്പ ചോദിക്കുകയാണ്. വേദന നിറയുന്ന നിന്റെ ജീവിതത്തിൽ ഒരമ്മയുടെ സാന്നിധ്യത്തെക്കാൾ വലുതായിട്ട് വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് വിശുദ്ധ മോൺഫോർട്ട് ഇങ്ങനെ പറയുന്നുണ്ട്: അമ്മേ എന്ന് വിളിക്കാനും അമ്മയെപ്പോലെ സ്നേഹിക്കാനും വാത്സല്യത്തോടെ ചേർന്നിരിക്കാനും നീ മാത്രമേയുള്ളൂ എൻ്റെ അമ്മേ എന്ന് പറഞ്ഞ് പരിശുദ്ധ മറിയത്തിൻ്റെ നേരെ മോൺഫോർട്ട് കരങ്ങൾ നീട്ടിപ്പിടിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക സഭ മുഴുവന് പരിശുദ്ധ അമ്മയുടെ അടുത്ത് അഭയം തേടേണ്ട ഒരു കാലഘട്ടമാണ് ഇത് എന്ന് ഷാലോം ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സഹോദരങ്ങൾ, അവർക്ക് ദൈവിക വെളിപാടുകൾ ലഭിക്കുകയാണ്. നീ അനുവദിച്ചാലും ഇല്ലെങ്കിലും, ക്രിസ്ത്യാനി നീ അനുവദിച്ചാലും ഇല്ലെങ്കിലും പരിശുദ്ധ അമ്മ നിന്റെ കൂടെ നടക്കും. കാരണം ഇത് പരിശുദ്ധ മറിയത്തിന് സ്വർഗം കൊടുത്ത കൽപ്പനയാണ്. പരിശുദ്ധ മറിയത്തെ നോക്കിക്കൊണ്ട് ഈശോ കുരിശിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, ഇതാ നിന്റെ മകൻ. ലോകത്തിലെ സകല മനുഷ്യരെയും പരിശുദ്ധ അമ്മയുടെ മക്കളാക്കി മാറ്റിയ നിമിഷം. അതുകൊണ്ട് നീ അനുവദിച്ചാലും ഇല്ലെങ്കിലും നിന്റെ പ്രതിസന്ധി കാലഘട്ടത്തിൽ, നിന്റെ കഥനം നിറയുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ നിന്നെ അനുഗമിക്കുമെന്ന് ജോൺ ബോൾ രണ്ടാമൻ പാപ്പ പഠിപ്പിക്കുക. 1891 ജപമാല മാസമായി പ്രഖ്യാപിച്ചുകൊണ്ട് ലിയോ 13 പാപ്പ ഇപ്രകാരം പറഞ്ഞു: മക്കളെ, ഞാൻ ഈ ഉന്നതമായ സ്ഥാനത്തെത്തിയത്, ലിയോ 13 പാപ്പയെ നമുക്കറിയാം, പ്രത്യേകിച്ച് ഇന്ന് വൈദികർ ഉപയോഗിക്കുന്ന ഭൂതോച്ചാടന ശുശ്രൂഷയുടെ പ്രാർത്ഥനകൾ
ആ ലിയോ 13 പാപ്പയാണ് നമുക്ക് നൽകിയത്. ചെകുത്താനെ ബന്ധിക്കാൻ, തിന്മയെ ശാസിക്കാൻ, ഇരുളിനെ ബഹിഷ്കരിക്കാനുള്ള പ്രാർത്ഥന നൽകിയ ലിയോ 13 പാപ്പ 1891 ജപമാല മാസമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്: ഞാൻ ഉന്നതമായ സ്ഥാനത്തെത്തിയത് അതിശക്തമായ ഒരു ആയുധം പിടിച്ചുകൊണ്ടാണ്. എന്നിട്ട് പാപ്പ പറയുകയാണ്, മക്കളെ, അത് വേറെ ഒന്നുമല്ല, വാളോ കുന്തമോ ബോംബോ തോക്കോ ഒന്നുമല്ല, പരിശുദ്ധ അമ്മയുടെ ജപമാലയാണ് ആ ആയുധം. അതുപയോഗിച്ചാൽ വിജയിക്കുമെന്ന് എനിക്കുറപ്പാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാം പതറിയിരിക്കുന്ന ഒരു സമയമാണ്. പകർച്ചവ്യാധികളുണ്ട്, ദുർമരണങ്ങളുണ്ട്, പെടുമരണങ്ങളുണ്ട്, സാമ്പത്തിക തകർച്ചകളുണ്ട്, കുടുംബ തകർച്ചകളുണ്ട്, ആധ്യാത്മിക തകർച്ചകളുണ്ട്. നമ്മളിങ്ങനെ പതറി നിൽക്കുമ്പോൾ ലിയോ 13 പാപ്പയുടെ വാക്കുകൾ, ഈ ജപമാല എന്ന ആയുധം ഉപയോഗിച്ചാൽ നീ ഒരിക്കലും പരാജയപ്പെടുകയില്ല, നീ ഒരിക്കലും തളരുകയില്ല, നിന്റെ കുടുംബം ഒരിക്കലും വീണു പോവില്ല. അതിനാൽ ഈ ആയുധം മുറുകെ പിടിക്കാനായിട്ട് ലിയോ 13 പാപ്പ നമ്മെ പ്രേരിപ്പിക്കുകയാണ്. ഇനി നമുക്ക് വേറൊരു പാപ്പയുടെ ജീവിതാനുഭവത്തിലൂടെ കടന്നു പോകാം. ഇത് 9 പിയൂസ് പാപ്പയാണ്. 9 പിയൂസ് പാപ്പ കുഞ്ഞുനാളിൽ സെമിനാരിയിൽ ചേർന്നു. എന്നാൽ 9 പിയൂസ് പാപ്പയ്ക്ക് ചുഴലി രോഗമുണ്ടായിരുന്നു, അപസ്മാര രോഗം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, അധികാരത്തിൽ രോഗങ്ങളെ ബന്ധിക്കാനും ബഹിഷ്കരിക്കാനും ശാസിക്കാനും കത്തോലിക്ക സഭയ്ക്ക് അധികാരമുണ്ട് എന്ന് പഠിപ്പിച്ച 9 പിയൂസ് പാപ്പ, ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചുഴലി രോഗം പിടിപെട്ടു. അപ്പൊ സെമിനാരിയിലാണ്. അതുകൊണ്ട് റെക്ടർ അച്ഛൻ ഈ കുഞ്ഞിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നിനക്ക് ഈ രോഗമുള്ളത് കൊണ്ട് നിനക്ക് വൈദികനാകാൻ പറ്റില്ല, അതുകൊണ്ട് നീ സെമിനാരിയിൽ നിന്ന് പോകണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞ് ഒരുപാട് ആഗ്രഹിച്ചാണ് ഒരു വൈദികനാകാൻ വേണ്ടി സെമിനാരിൽ ചേർന്നത്. അപ്പോഴ് കുഞ്ഞിനോട് നീ സെമിനാരിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞ് വാവിട്ട് നിലവിളിച്ചു. കുഞ്ഞ് നിലവിളിക്കുന്നത് മറ്റു കൂട്ടുകാർ വന്ന് റെക്ടർ അച്ഛനോട് പറഞ്ഞു, റെക്ടർ അച്ഛ, ഇതാ ആ മകൻ അവിടെ കിടന്ന് നിലവിളിക്കുകയാണ്, അവന് സെമിനാരിയിൽ നിന്ന് പോകാൻ ഇഷ്ടമില്ല. ഉടനെ റെക്ടർ അച്ഛൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ജപമാല എടുത്ത് 9 പിയൂസ് പാപ്പ ആ കുഞ്ഞിന് കൊടുത്തുകൊണ്ട് പറഞ്ഞു, മോനെ, നീ എന്നും ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി, ദൈവം നിന്നെ ഒരിക്കലും കൈവിടുകയില്ല. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മയാണ് സ്വർഗത്തിന്റെ അമ്മ. ആയതിനാൽ ഏത് പ്രതിസന്ധിയുടെ സമയത്തും നീ പരിശുദ്ധ അമ്മയിൽ അഭയം തേടിക്കഴിഞ്ഞാൽ നിന്നെ പരിശുദ്ധ അമ്മ കൈവിടുകയില്ല. റക്ടറച്ചൻ ഈ ജപമാല കൊടുത്തിട്ട് പറഞ്ഞു, കുഞ്ഞ്, നീ ഇത് ചൊല്ലിക്കോ. എൻ്റെ ജീവിതത്തിലൊരു സംഭവം ഞാനിപ്പോൾ ഓർക്കുകയാണ്. കോഴിക്കോട് ഒരിക്കലും ശുശ്രൂഷ ചെയ്യുമ്പോൾ, ശുശ്രൂഷ കഴിഞ്ഞ് ആളുകളുടെ തലയിലേക്ക് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു +2 പഠിക്കുന്ന ഒരു മോള് വന്ന് പറഞ്ഞു, അച്ഛാ, എൻ്റെ അമ്മ ആശുപത്രിയിലാണ്, അബോധാവസ്ഥയിലാണ്, അച്ഛനൊന്ന് വന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ പറഞ്ഞു, മോളെ, ഇന്ന് ശുശ്രൂഷ നടക്കുന്ന ദിവസമാണ്, അതുകൊണ്ട് എനിക്കിന്ന് വരാനായിട്ട് സാധിക്കില്ല. അപ്പോഴവള് അവളുടെ ബാഗ് തുറന്ന് ഒരു ചെറിയ കൊന്ത എടുത്ത് എൻ്റെ അടുത്ത് തന്നിട്ട് പറഞ്ഞു, അച്ഛാ, അങ്ങനെയെങ്കിൽ എൻ്റെ അമ്മയുടെ കഴുത്തിലിടാനായിട്ട് ഈ ജപമാല ഒന്ന് വെഞ്ചരിച്ച് തരാമോ? ഇപ്പം എനിക്ക് അവളോടൊപ്പം ആശുപത്രി പോകാൻ പറ്റാത്തത് കൊണ്ട് ഒരല്പം ദീർഘനേരം ഞാൻ ആ ജപമാല കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചു. കർത്താവായ ഈശോയെ, ഈ ജപമാല എന്ന ഈ വെറും ഒരു ആയുധം, ഈ ഒരു ഉപകരണം, പ്രാർത്ഥനയുടെ ഉപകരണം, ദൈവമേ, ഇതിനൊരു ആയുധമാക്കി മാറ്റണമേ, ഇത് ഡെലിവറൻസിന്റെ അടയാളമാക്കി മാറ്റണമേ, ഇത് രോഗശാന്തിയുടെ അടയാളമാക്കി മാറ്റണമേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, പവർ, കർത്താവായ യേശുവിന്റെ ശക്തി ഈ ജപമാലയിലേക്ക് ആവഹിക്കട്ടെ. ഞാനിപ്പോഴും ഓർക്കുന്നത്, ആ മോളിങ്ങനെ ആ ജപമാല ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഞാനിപ്പോഴും ഓർക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, വൈകുന്നേരമായപ്പോൾ ആ മോള് എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, 3 ദിവസമായിട്ട് റാണി എന്ന് പറയുന്ന
കോഴിക്കോടുള്ള ആ സഹോദരി, എൻ്റെ അമ്മ 3 ദിവസമായിട്ട് ആശുപത്രിയിൽ അബോധാവസ്ഥയിലായിരുന്നു അച്ഛാ. ഒരു മന്ത്രം എന്ന രീതിയിലാണ് ആ വെഞ്ചരിച്ച് നൽകിയ ആ ജപമാലയുമായി ഞാൻ ആശുപത്രിയിലേക്ക് പോയത്. ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് അച്ഛാ, ആ ജപമാല എൻ്റെ അമ്മയുടെ കഴുത്തിലിട്ട ആ നിമിഷം എൻ്റെ അമ്മയ്ക്ക് ബോധം വന്നത്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, മരുന്നും മന്ത്രവുമല്ല, കർത്താവായ ഈശോ നമ്മളോട് ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്ന അഭിഷേകത്തിന്റെ ആയുധങ്ങൾ എടുത്ത് ഉപയോഗിക്കുമ്പോൾ, വിശുദ്ധ വചനം എടുത്ത് ഉപയോഗിക്കുമ്പോൾ, വിശുദ്ധ കുരിശെടുത്ത് ഉപയോഗിക്കുമ്പോൾ, വിശുദ്ധ ജപമാല എടുത്ത് ഉപയോഗിക്കുമ്പോൾ മാരക രോഗങ്ങളിൽ നിന്ന് പോലും വിടുതൽ കിട്ടുകയാണ്. ഇവിടെ 9-ാം പിയൂസ് പാപ്പയുടെ കഥ പറഞ്ഞപ്പോഴാണ് ഈ സംഭവത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോയത്. 9-ാം പിയൂസ് പാപ്പ സാക്ഷ്യപ്പെടുത്തുകയാണ്, ആ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ചുഴലി രോഗം വിട്ടുമാറി. ഞാൻ വീണ്ടും സെമിനാരിയിൽ ചേർന്നു. ഞാൻ വൈദികനായി, ഞാൻ മെത്രാനായി, ഞാൻ കർദിനാളായി, ഞാൻ പാപ്പയായി. ഞാനായത് ജപമാല എന്ന ആയുധം പിടിച്ചുകൊണ്ടാണ്. പറഞ്ഞ ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, യേശുവേ നന്ദി, ഈശോയെ നന്ദി. എറണാകുളം ബസിലിക്ക പള്ളിയില് പരിശുദ്ധ അമ്മയുടെ ഒരു ധ്യാനത്തിന്റെ ഒരു ദിവസം കർദിനാൾ മാർ വർക്കി വിധേയത്തിൽ പിതാവ് പരിശുദ്ധ അമ്മയുടെ രൂപത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാ, മക്കളെ, ഈ അമ്മയെ നാം എത്ര സ്തുതിച്ചാലും അധികമാവില്ല. കാരണം നമ്മുടെ അമ്മയായി ഈശോ നമുക്ക് ഈ അമ്മയെ നൽകിയിരിക്കുന്നു. മരിക്കുന്നതിന് മുൻപ് ഇതാ നിന്റെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഈശോ തൻ്റെ അമ്മയെ നമ്മുടെ അമ്മയായി നമുക്ക് നൽകി. കർദിനാൾ മാർ വർക്കി വിധേയത്തിൽ പിതാവിൻ്റെ വാക്കുകളാണ്. പ്രിയപ്പെട്ട സൂസപാക്യം പിതാവ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ഈ അമ്മയുടെ പ്രാർത്ഥനയിലാണ്, മാധ്യസ്ഥം വഴിയാണ് എല്ലാവരും കർത്താവിങ്കിലേക്ക് പോകുന്നത്. പ്രൈസ് ദ ലോർഡ്. പരിശുദ്ധ മറിയത്തിന്റെ ഏറ്റവും വലിയ ആയുധം ഓരോ കത്തോലിക്ക കുടുംബങ്ങളിലും വിശുദ്ധ ഡൊമിനിക്കിലൂടെ അൽബീജിയൻ പാഷാണ്ഡതയെ തോൽപ്പിച്ചുകൊണ്ട് സഭ നേരിട്ട് കൊണ്ടിരുന്ന ആ ഒരു മന്ദതയെ തോൽപ്പിക്കാനായിട്ട് പരിശുദ്ധ അമ്മ തന്നെ ഈ ആയുധം വിശുദ്ധ ഡൊമിനിക്ക് കൊടുത്തില്ലേ? വിശുദ്ധ ഡൊമിനിക്കിനോട് മറിയം ചോദിച്ചു, മോനെ, ഈ ലോകത്തെ രക്ഷിക്കുന്നതിന്, ആത്മീയ മന്ദതയെ തകർക്കാൻ, സഭയെ പടുത്തുയർത്താൻ, ദാരിദ്ര്യത്തെ, പകർച്ചവ്യാധിയെ തോൽപ്പിക്കാൻ ഏതായുധമാണ് സഭ ഉപയോഗിക്കേണ്ടതെന്ന് നിനക്കറിയാമോ? വിശുദ്ധ ഡൊമിനിക്ക് ഇപ്രകാരം പറഞ്ഞു അത്രേ, അമ്മേ, ലോകത്തെ രക്ഷിക്കുവാൻ ഈശോ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം പരിശ്രമിച്ചത് പരിശുദ്ധ അമ്മയാണ്. അമ്മയ്ക്കറിയാമല്ലോ ഈ ലോകത്തെ രക്ഷിക്കുന്നതിന് ഏതായുധമാണ് എടുത്ത് ഉപയോഗിക്കേണ്ടതെന്ന്. ആ വിശുദ്ധ ഡൊമിനിക്കിന് ഉത്തരമായിട്ട് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന പരിശുദ്ധ മറിയം കൊടുത്ത വജ്രായുധമാണ്, പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ ജപമാല. അതുകൊണ്ടാണ് വൈദികരൊക്കെ പഠിപ്പിക്കുന്നത്, വിശുദ്ധ ജപമാല നിരന്തരം ചെല്ലുന്ന കുടുംബങ്ങളിലെ മക്കള് വഴിതെറ്റിപ്പോകുകയില്ല. അവിടെ മദ്യപാനത്തിന്റെ, മയക്കുമരുന്നിന്റെ ആസക്തികൾ പിടിമുറുക്കില്ല. ജപമാല അപ്പനും അമ്മയും മക്കളും ചേർന്ന് ചെല്ലുന്ന കുടുംബങ്ങളില് ദൈവം ആഗ്രഹിക്കുന്ന വിശ്വസ്തത, ദൈവം ആഗ്രഹിക്കുന്ന ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുമെന്ന് ധ്യാനഗുരുക്കന്മാര് പ്രസംഗിക്കുന്നത് അവരുടെ അനുഭവത്തിലൂടെയാണ്. ആയതിനാൽ പ്രിയപ്പെട്ട മക്കളെ, നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് ഈ റോസറി വാറിൽ പങ്കുചേർന്ന് ഈശോയെ നമ്മുടെ സന്നിധിയിലേക്ക് നമുക്ക് ക്ഷണിക്കാം. ഈശോ എഴുന്നള്ളി വരുമ്പോൾ നമ്മുടെ നിയോഗങ്ങളെല്ലാം നാം സമർപ്പിച്ചുകൊണ്ട് ഈ റോസറി വാറിൽ ജപമാലയിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്കും ഈ 50 ലക്ഷം ജപമാലയിൽ പങ്കുചേരാം. ഈശോ നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ മുൻപിൽ കരങ്ങൾ കുപ്പിപ്പിടിച്ചുകൊണ്ട് ഈശോയെ നമ്മുടെ മുൻപിലേക്ക് നമുക്ക് സ്വീകരിക്കാം. കർത്താവേ, 「
പിളർന്ന് വന്നിടണേ. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. നിന്റെ സാന്നിധ്യത്തിൽ പർവ്വതം വിറകൊണ്ടിടട്ടെ. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. ആരാധന 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 യേശുവേ. പ്രിയ സഹോദരങ്ങളെ, ഈശോ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്നിരിക്കുകയാണ് മക്കളെ. റോസറി വാറിലേക്ക് ഈശോ എഴുന്നള്ളി വന്നിരിക്കുക. ദൈവജനം ജപമാല ചൊല്ലിക്കൊണ്ട് തിന്മയ്ക്കെതിരെ പടപൊരുതാനായി ഷാലോം ടെലിവിഷൻ ശുശ്രൂഷയോട് ചേർന്ന് ഈ 50 ലക്ഷം ജപമാല ചൊല്ലിക്കൊണ്ട് ഭക്തിയോടെ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ അനുഗ്രഹിക്കാനായിട്ട് ഈശോ എഴുന്നള്ളി വന്നിരിക്കുക. ആദ്യ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരെ ബലപ്പെടുത്തിയതുപോലെ, ആദിമ ക്രൈസ്തവ സഭയെ ബലപ്പെടുത്തിയതുപോലെ, പെന്തക്കോസ്താ ദിവസം പരിശുദ്ധാത്മാവിനെ കൊടുത്തതുപോലെ, ഇന്ന് ഷാലോം ശുശ്രൂഷയോട് ചേർന്ന് ഈ 50 ലക്ഷം ജപമാലയോട് ചേർന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ആദ്യ നൂറ്റാണ്ടിൽ എന്ന പോലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വർഷിക്കപ്പെടുകയാണ്. നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം മക്കളെ. ആദ്യ നൂറ്റാണ്ടിലെ ആ അപ്പോസ്തലന്മാരുടെ മേൽ ഇറങ്ങി വന്ന അതേ ആത്മാവ് നമ്മുടെ മേൽ എഴുന്നള്ളി വരട്ടെ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. എല്ലാവരും ചേർന്ന് പാടിക്കും മക്കളെ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. എല്ലാവരും ചേർന്ന് എൻ്റെ ദൈവമേ, സ്ലീഹന്മാരെ ബലപ്പെടുത്തിയ കർത്താവേ, സഭ എപ്പോഴെല്ലാം വേദനിച്ചപ്പോഴൊക്കെ ദൈവത്തിൻ്റെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തിയതുപോലെ ലൂർദില് ഫാത്തിമയിലെല്ലാം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിലൂടെ അനേകം പേരുടെ മേല് ദൈവത്തിൻ്റെ ആത്മാവ് വർഷിക്കപ്പെട്ടതുപോലെ ഈ കാലഘട്ടത്തിലും ദൈവമേ പുതിയ വെളിപാടുകൾ നൽകണമേ. പരിശുദ്ധ അമ്മ അമ്മയുടെ പുതിയ പ്രത്യക്ഷപ്പെടലുകൾ കൊടുക്കണമേ. അങ്ങനെ ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന ഈ നിരാശയിൽ നിന്നും, ഈ മാറാ രോഗങ്ങളിൽ നിന്ന്, ഈ തളർച്ചകളിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ ലഭിക്കട്ടെ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം അതിശയം ലോകത്ത് നടന്നിടുവാൻ, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, ആദിയിലെന്ന ആത്മാവേ അധിക ബലം തരണേ.
എല്ലാവരും ഒരുമിച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ പറഞ്ഞ് കർത്താവിനെ ഒന്ന് ആരാധിച്ച് കർത്താവിന്റെ ശക്തി നമ്മുടെ മേൽ എഴുന്നള്ളി വരട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ എഴുന്നള്ളി വരട്ടെ. നമ്മുടെ കുടുംബങ്ങളെല്ലാം ശക്തി പ്രാപിക്കട്ടെ. ലോകം മുഴുവൻ ശക്തി പ്രാപിക്കട്ടെ. മക്കളെ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. ആദിമ സഭയിൽ എന്ന പോലെ, ആദ്യ നൂറ്റാണ്ടിൽ എന്ന പോലെ ഒരിക്കൽ കൂടി പെന്തക്കോസ്തയുടെ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈ 50 ലക്ഷം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കൽ കൂടി പെന്തക്കോസ്തയുടെ പുത്തൻ അഭിഷേകം ഇറങ്ങി വരട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടട്ടെ. വെള്ളത്തിന് മീതെ ചിറകടി ശബ്ദം പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതുപോലെ ഒരിക്കൽ കൂടി രൂപരഹിതമായ മനുഷ്യ ജീവിതങ്ങൾക്ക് എല്ലാ ക്രമപ്പെടട്ടെ. എല്ലാ തളർച്ചകൾ എടുത്തു മാറ്റണമേ. അന്ധകാര ശക്തികളെല്ലാം വിട്ടുമാറട്ടെ. പാപത്തിന്റെ ബന്ധനങ്ങളെല്ലാം വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. മക്കളെ, ജോലിയില്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സ്തുതിക്കട്ടെ. കടബാധ്യതകളാൽ ആത്മഹത്യയുടെ വക്കത്ത് നിൽക്കുന്ന മക്കളെല്ലാവരും ഒന്നു ചേർന്നുകൊണ്ട് സ്തുതിക്കട്ടെ. അപ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തിന്റെ മേൽ ഇറങ്ങി വരട്ടെ. കച്ചവട തടസ്സങ്ങൾ മൂലം വേദനിക്കുന്നവര്, സ്ഥലം കച്ചവടം നടക്കാതെ വിഷമിക്കുന്നവര്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികള്, കല്യാണം നടക്കാത്ത യുവജനങ്ങള്, ജോലിയില്ലാത്ത യുവജനങ്ങള് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. അമ്മേ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയുടെ മുൻപില് അമ്മേ കർത്താവിന്റെ മുൻപിൽ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സഹായം തേടാം നമുക്ക്. അഭയം നീ എന്നുമേ അമ്മേ മാതാവേ, അഭയം നീ എന്നുമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മേ. കണ്ണുനീതാരയായി നിൻ മുന്നിൽ നിത്യവും കന്യകമാതാവേ കൈകൂപ്പി നിൽപ്പൂ. പാപികൾക്കാശ്രയം നൽകിടും നീ. ആരിന്നഴലൊളി നീ അകറ്റൂ. അമ്മേ അമ്മേ അഭയം നീ എന്നുമേ. കർത്താവ് ഇവിടെ സന്നിഹിതനായിരിക്കുന്നത് മക്കളെ നമ്മുടെ നിലവിളി കേട്ടുകൊണ്ട്, നമ്മുടെ സങ്കടം കണ്ടുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കാനാണ് മക്കളെ. എന്താണ് നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, നമ്മുടെ വേദനകളെല്ലാം ഇപ്പോഴും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. എന്തു തന്നെയാണെങ്കിലും നാം പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നിലവിളി സ്വർഗം കേൾക്കും. ഈശോ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ രോഗങ്ങൾ ഒപ്പിയെടുക്കാനാണ്. പറഞ്ഞ ആമേൻ. പകർച്ചവ്യാധികൾ യേശു നാമത്തിൽ വിട്ടുപോകട്ടെ. പകർച്ചവ്യാധികൾ യേശു നാമത്തിൽ വിട്ടുപോകട്ടെ. ഈ 50 ലക്ഷം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ യേശു നാമത്തിൽ നിങ്ങളെ ബാധിച്ച നിരാശകൾ വിട്ടുപോകട്ടെ. നിങ്ങളുടെ മേലുള്ള സമ്പത്തിന്റെ മേലുള്ള സാമ്പത്തിക മേഖലയിലുള്ള ബന്ധനങ്ങള്, ഊരാക്കുടുക്കുകള് ഈ 50 ലക്ഷം ഈ ജപമാലയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശു നാമത്തിൽ ആ ബന്ധനങ്ങൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. സ്ഥലക്കച്ചവടത്തിന്റെ മേലുള്ള ബന്ധനങ്ങള് കർത്താവ് യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ വിട്ടുപോകട്ടെ. പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കുമ്പോൾ വിവാഹ തടസ്സങ്ങളുള്ള മക്കളുടെ മേലുള്ള ബന്ധനങ്ങള് യേശു നാമത്തിൽ വിട്ടുപോകട്ടെ. കുഞ്ഞുങ്ങളുടെ മേലുള്ള ബന്ധനങ്ങൾ, അവരുടെ മേല് കടന്നു വന്ന പല വിധത്തിലുള്ള ആസക്തികളുടെ ബന്ധനങ്ങള് കർത്താവ് യേശുവിന്റെ അധികാരമുള്ള നാമത്താലും പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയുടെ ശക്തിയാലും അത്ഭുതകരമായ വിടുതൽ നമ്മുടെ മക്കൾക്ക് ലഭിക്കട്ടെ. അന്ധകാര ശക്തികൾ അവരിൽ നിന്ന് വിട്ടുമാറട്ടെ. നമ്മുടെ ഭവനങ്ങളിലുള്ള കലഹത്തിന്റെ ദുരാത്മാക്കള് കർത്താവ് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ അടിമ ചങ്ങലാഴിയട്ടെ. In the name of Jesus. യേശുവിന്റെ തിരു
തിരുരക്തത്താൽ O sangue d'acque scaturisce dal cuore di Gesù, come sorgente della misericordia per noi. Confidiamo in te, Gesù. അടിമച്ചങ്ങല അഴിയട്ടെ. എല്ലാ ബന്ധനങ്ങളും യേശു നാമത്തിൽ വിട്ടുമാറട്ടെ. ഞാനും എന്റെ കുടുംബവുമെല്ലാം യേശുവിന്റെ മാത്രം. കർത്താവായ യേശുവിന്റെ നാമത്തിന്റെ ശക്തി നിന്റെ കുടുംബത്തിന് സംരക്ഷണമാകട്ടെ. തിന്മകളൊന്നും വരികയില്ല. എല്ലാ തിന്മകളും യേശു നാമത്തിൽ വിട്ടുമാറട്ടെ. അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. പൈശാചിക ബന്ധനങ്ങള് യേശു നാമത്തിൽ വിട്ടുപോകട്ടെ. കർത്താവായി അധിപതിയായി എന്നെന്നും വാഴണമേ. ആമേൻ, ആമേൻ, ആമേൻ. എൻ്റെ ഈശോയെ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ കരങ്ങൾ കുപ്പിപ്പിടിച്ചുകൊണ്ട് അഭയം തേടുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഈശോയുടെ മുൻപിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ശാലോം ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ജപമാല യുദ്ധത്തിലൂടെ ശാലോം ശുശ്രൂഷയോട് ചേർന്ന് വയനാട്ടിലെ പള്ളിക്കുന്ന് ലൂർദ് മാതാവിൻ്റെ ദേവാലയ ഈ അൾത്താരയിൽ നടക്കുന്ന ശുശ്രൂഷയിലൂടെ അനേക ബാധയുള്ളവർക്ക് വിടുതൽ ലഭിക്കുകയും രോഗബാധിതർ സൗഖ്യം പ്രാപിക്കുകയും സാമ്പത്തിക മേഖലയിലെ ബന്ധനങ്ങൾ വിട്ടുമാറുകയും കുഞ്ഞുങ്ങളുടെ മേലുള്ള ബന്ധനങ്ങൾ യേശു നാമത്തിൽ വിട്ടുമാറട്ടെ. അത്ഭുതം നടക്കട്ടെ. ആമേൻ. ഈശോയേ, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യമായിട്ട് പരിശുദ്ധ കുർബാന സ്വീകരിച്ച കുഞ്ഞുമക്കളോടൊപ്പം ചേർന്ന് നമുക്ക് ഈ ജപമാല യുദ്ധത്തിലേക്ക് അണിചേരാം. നമുക്കെല്ലാവർക്കും ഭക്തിയോടെ ജപമാലയിൽ പങ്കുചേരാം. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ, എളിയവരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിസീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസമെന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മഹിമയുടെ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം രഹസ്യം, നമ്മുടെ കർത്താവ് യേശു മിശിഹ പീഡ സഹിച്ച് മരിച്ചതിൻ്റെ 3-ാം നാൾ ജയസന്തോഷങ്ങളോടെ ഉയർത്തെഴുന്നള്ളി എന്ന് ധ്യാനിക്കുക. ഒന്നാം രഹസ്യം ധ്യാനിക്കുമ്പോൾ തിരുസഭയെയും പരിശുദ്ധ പിതാവിനെയും പിതാവിൻ്റെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അറിയിക്കണമേ. രണ്ടാം രഹസ്യം, നമ്മുടെ കർത്താവ് യേശു മിശിഹ തൻ്റെ ഉയർപ്പിൻ്റെ ശേഷം 40-ാം നാൾ അത്ഭുതകരമായ മഹിമയോടും ജയത്തോടും കൂടെ തൻ്റെ ദിവ്യമാതാവും ശിഷ്യരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്തു എന്ന് ധ്യാനിക്കുക. രണ്ടാം രഹസ്യം ധ്യാനിക്കുമ്പോൾ ഈശോയുടെ നിത്യ പൗരോഹിത്യത്തിൽ പങ്കുകാരാക്കപ്പെട്ട എല്ലാ വൈദികർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. മൂന്നാം രഹസ്യം. നമ്മുടെ കർത്താവ് യേശുമിശിഹ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുമ്പോൾ സെഹിയോൻ ഊട്ടുശാലയിൽ ധ്യാനിച്ചിരുന്ന കന്യകാ മാതാവിൻ്റെ മേലും സ്ലീഹന്മാരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയച്ചു എന്ന് ധ്യാനിക്കുക. മൂന്നാം രഹസ്യം ധ്യാനിക്കുമ്പോൾ കോവിഡ് ബാധിതരായി ആശുപത്രികളിലും ഭവനങ്ങളിലും കഴിയുന്ന എല്ലാവർക്കു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ
മക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. നാലാം രഹസ്യം. നമ്മുടെ കർത്താവ് യേശുമിശിഹ ഉയർത്തെഴുന്നള്ളി കുറെ കാലം കഴിഞ്ഞപ്പോൾ കന്യക മാതാവ് ഈ ലോകത്തിൽ നിന്ന് മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ടു എന്ന് ധ്യാനിക്കുക. നാലാം രഹസ്യം ധ്യാനിക്കുമ്പോൾ എല്ലാ യുവജനങ്ങളുടെയും വിശുദ്ധീകരണത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. അഞ്ചാം രഹസ്യം. പരിശുദ്ധ മാതാവ് പരലോകത്തിൽ കരയേറിയ ഉടനെ തൻ്റെ ദിവ്യകുമാരനാൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടിധരിപ്പിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. അഞ്ചാം രഹസ്യം ധ്യാനിക്കുമ്പോൾ എല്ലാ രാഷ്ട്രങ്ങൾക്കും ഭരണാധികാരികൾക്കും
ലോകസമാധാനത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അയക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ ഔസേപ്പെ, സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ വിശുദ്ധ തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് കൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധ ജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കരുണയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവവര പ്രസാദത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രത്യാശയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും നിർമ്മലയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിരക്തിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കമറ്റ കന്യകയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷകന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകമതിയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിക്ക് യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മജ്ഞാന പൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉഷകാല നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആരോഗ്യമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഭയാർത്ഥികളുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവപിതാക്കന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദകന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണിയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാമാതാവേ, സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവേ, പൂർണ്ണ മനസ്സോടുകൂടി
സാഷ്ടാംഗം വീണ് കിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളണമേ. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് എല്ലാവർക്കും കരങ്ങൾ കൂപ്പിപ്പിടിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം മക്കളെ. ഭക്ത്യാവണങ്ങുക സാഷ്ടാംഗം വീണുന ഏറ്റവും മഹത്തമി നിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽപ്പൂ ഇന്ദ്രിയങ്ങൾ കേഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി ദൈവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണം എന്നും പാവനാത്മാവിനും ഔവിധം നിസ്തുല സ്തോത്രമുണ്ടാകണം നിത്യകാലം സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവമാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഠാനുഭവത്തിൻ്റെ സ്മാരകമായ വിസ്മയാവഹമായ കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ദിവരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമല്ലേണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ തൊടണമേ യേശുവേ സൗഖ്യം നൽകണമേ യേശുവേ തൊടണമേ യേശുവേ സൗഖ്യം നൽകണമേ